സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. 18 വർഷമായി രോഗം ബാധിച്ച് കൂനിയായി ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ രോഗസൗഖ്യം. അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എങ്കിലും അവൾക്ക് ഒരു പരാതിയുമില്ല. അവൾ പതിവായി ആരാധനയിൽ പങ്കെടുക്കുന്നു. അവളുടെ ഹൃദയപൂർവമായ ആരാധനയാണ് തമ്പുരാനെ ആകർഷിച്ചത്. തൻ്റെ ശാരീരിക പോരായ്മകളെ വകവയ്ക്കാതെ ആരാധനയിൽ അവൾ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. യേശു തമ്പുരാൻ അവളെ തൻ്റെ അടുക്കൽ വിളിച്ച് അവളുടെ മേൽ കൈവച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. രോഗി ആവശ്യപ്പെടാതെയുള്ള രോഗസൗഖ്യം. രോഗമോ സൗഖ്യമോ അവൾക്ക് പ്രശ്നമല്ല. എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ എന്ന ചിന്തയിൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിലായിരുന്നു അവളുടെ സന്തോഷം. തമ്പുരാൻ അവളെ കണ്ട് അവളുടെ മനോഭാവത്തെ മാനിച്ച് അവളെ സൗഖ്യമാക്കി. പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള ദൈവാരാധനയാണ് ദൈവം വിലമതിക്കുന്നത്. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ, പലവിധമായ പ്രതിസന്ധികളിൽ നാം ഇന്ന് ജീവിക്കുന്നു. മാറാരോഗങ്ങൾ, സാമൂഹ്യ തിന്മകൾ എന്നിവയും പ്രതികൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ആടി ഉലയുന്നു. സമാധാനമില്ലാത്ത ലോകം. സകല പ്രശ്നങ്ങൾക്കും ഉത്തരം ഇവിടെയുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ പരിശുദ്ധ നോമ്പിൽ ആരാധനയിലൂടെ ദൈവ സാന്നിധ്യം യാഥാർത്ഥ്യമാക്കാം. ആവശ്യത്തിലിരിക്കുന്നവരെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാം. തിന്മ ശക്തികളെ തോൽപ്പിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ച, അങ്ങയുടെ അടുക്കിലേക്ക് എത്തപ്പെടുവാൻ സാധിക്കാതെ പോയ ആ കൂനിയായ സ്ത്രീയെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചടുപ്പിച്ച് അവൾക്ക്